ഈ തിരുവല്ല തിരുമൂലപുരത്ത് ഫ്രിഡ്ജും കസേരയും മേശയും അടുക്കള സാധനങ്ങളും എല്ലാം നശിച്ചു കിടക്കുന്ന ഒരു ഹോട്ടലിൽ റഹീസ് റഷീദ് കയറി. അവിടെ നിന്നുള്ള വിവരങ്ങളൊന്ന് കേൾക്കാം. പ്രളയം പല മനുഷ്യരെ പല തരത്തിലായിരിക്കും തകർക്കുന്നത്. ഇത് തിരുമൂൽപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയിലുള്ള ഒരു ഹോട്ടലാണ്. മെവിൻസ് ചില്ലി പാർക്ക് എന്ന പേരുള്ള ഹോട്ടൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ പെട്ടെന്ന് വെള്ളം കയറിയപ്പോൾ ഇതിനകത്ത് ഏതാണ്ട് മുട്ടറ്റം വെള്ളം ഈ ഹോട്ടലിനകത്തുണ്ട്. ഇത് നോക്കിയേ, ഫ്രിഡ്ജ് വെള്ളത്തിലകത്തിരുന്ന ഫ്രിഡ്ജ് ഒഴുകി പുറത്തേക്ക് വന്നാണ്. ഇത് പിന്നീട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി വയർ വെച്ച് കെട്ടിയിരിക്കുന്നു. ഷവർമയും ചിക്കനും മറ്റ് ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യുന്ന ഓരോ ഉപകരണങ്ങളാണിത്. അതൊന്നും ഒഴുകി ഇതിനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന്, ഫ്രിഡ്ജൊന്നും എന്തായാലും ഉപയോഗിക്കാൻ പറ്റാനൊരു സാധ്യതയുമില്ല. എങ്കിൽ പോലും അത് ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ അടുക്കള സാധനങ്ങളെല്ലാം വെള്ളത്തിൽ, ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ളവ എല്ലാം വെള്ളത്തിലാണ്. കസേരകളുടെ അവിടെ ടേബിള് ഫ്രിഡ്ജ് ഒക്കെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ ടേബിള് വെള്ളത്തിനടിയിലാണ്. ഇതൊരു ഹോട്ടലായിരുന്നു. ഹോട്ടലിനകത്ത് നമ്മളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ചെയറാണ്. ഇതിനകത്തുണ്ടായിരുന്ന ചെയറ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയ ചെയറ്. ഇതിനകത്ത് കുറേ ചെയറുകൾ കാണാം. ഒരു ചെയറിൻ്റെ കുഷ്യനൊക്കെ മൊത്തത്തിൽ പോയി. ഈ ഇവിടെ ആളുകൾ ലൈവായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ സംഭവിച്ചതാണ്. ഇതിനകത്ത് ഇനി ഒന്നുമില്ല. ഈ കട നടത്തിയിരിക്കുന്ന ആൾക്ക് എനിക്കിങ്ങനെ ഒരു കടയുണ്ടായിരുന്നു എന്ന് പറയാമെന്നല്ലാതെ ഒരു സാധനങ്ങളില്ലാതെ ഒലിച്ച് പുറത്തേക്കുന്നു. ഇതടക്കമുള്ളവർ പോവാതിരിക്കാൻ വേണ്ടി അവർ ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നു. ഒരു പ്രളയം ഒരു മനുഷ്യനെ, ഒരു പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ ഉടമ ആരാണോ എന്താണെന്നൊന്നും നമുക്കറിയില്ല, ആഗ്രഹിച്ച് വർഷങ്ങളോളം സ്വപ്നം കൊണ്ട് നടന്ന് തുടങ്ങിയ ഒരു കടയായിരിക്കും ഈ കട. ഈ കടയെക്കുറിച്ചും കടയുടെ ആളെക്കുറിച്ചും, ചേട്ടാ ഈ കട പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കടയാണ്. പിന്നെ ശനിയാഴ്ച ഒരു 10-11 മണി വരെ ഉണ്ടായിരുന്ന കടയാണ്. പെട്ടെന്ന് വെള്ളം കയറി. ശനിയാഴ്ച രാത്രി 11 മണി കഴിഞ്ഞിട്ട് ഈ വെള്ളം കയറുന്നത്. 11 മണി വരെ ഇവിടെങ്ങും വെള്ളമില്ല. ആ കാണുന്ന വഴിയില്ലേ, കടയിനി ഒന്നുമില്ലല്ലോ, എല്ലാം പോയി. പിന്നെ തീർച്ചയായിട്ടും സ്വപ്നങ്ങൾ തകർന്ന ആളുകൾ ഇതിൻ്റെ ഉടമയും മറ്റും ഇതിനപ്പുറത്തുണ്ട്, നാട്ടുകാരനാണ് എന്നാണ് പറയുമ്പോൾ മനസ്സിലാകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട. ദുരിത കാഴ്ചകളാണ് ഇങ്ങനെ പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കട തിരുവല്ലയിൽ മുട്ടിലേറെ വെള്ളമുണ്ട്. ആ കടയിൽ ഇലക്ട്രിക് സാധനങ്ങളെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അതിൻ്റെ ഉടമയെ സംബന്ധിച്ച് അത്ര വലിയ ദുഃഖത്തിലേക്കായിരിക്കും തള്ളിവിട്ടിട്ടുണ്ടാവുക. സംസ്ഥാനം വലിയ നഷ്ടപരിഹാരങ്ങൾ അടക്കം നൽകിക്കൊണ്ട് അവരുടെ ഒപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി മുന്നിലുള്ള വഴിയുള്ളത്.